ഹലോ ഡിയർ ജെ ആസ്പിറൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫേസ് നിങ്ങൾക്ക് അത്ര കണ്ടുപരിചയമുണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മൈസെൽഫ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മുഹമ്മദ് ഉബാരിസ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് IIT BHU സെക്കൻഡ് ഇയറിൽ BTech ആണ്. നമ്മളിന്ന് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫിസിക്സ് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. മെയിൻസിനാണെങ്കിലും അഡ്വാൻസിനാണെങ്കിലും ഫിസിക്സ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഫിസിക്സ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. കാരണം ഫിസിക്സ് എൻ്റെയും ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ്, നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റാണെന്ന് വിചാരിക്കുന്നു. കാരണം ഫിസിക്സ് പഠിക്കാനും സോൾവ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. കാരണം നമ്മൾ ചിന്തിച്ചിട്ട് സോൾവ് ചെയ്യുന്നതല്ലേ ഫിസിക്സ്. അപ്പോൾ അതിൻ്റെതായ ഒരു രസമുണ്ട്. അപ്പോൾ ഫിസിക്സ് എങ്ങനെ നമുക്ക് മെയിൻസിലാണ് അഡ്വാൻസ് ആണ് നല്ല റാങ്കിൽ നല്ല സ്കോർ ചെയ്തിട്ട് നല്ല റാങ്കിൽ എത്താമെന്ന് നല്ല IIT-ലും NIT-ലും എല്ലാവരും എത്തട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെ എത്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫിസിക്സിൽ എങ്ങനെ നല്ല മാർക്ക് വാങ്ങിയിട്ട് നമുക്ക് നല്ല കോളേജിലും നല്ല NIT IIT ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെ എത്താമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിസിക്സ് എങ്ങനെ പഠിക്കാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയാനുള്ളത് നമുക്ക് ക്ലാസ് വൈസ് വെയിറ്റേജ് നോക്കാം. +1 +2 ഫിസിക്സിൽ എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, മെയിൻസിലാണ് അഡ്വാൻസ് സെപ്പറേറ്റ് നോക്കാം. നമുക്ക് മനസ്സിലാവും. മെയിൻസിൽ നമുക്ക് ഇതുവരെ കണ്ടുവച്ചിട്ട് നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ ക്ലാസ് 11 44%, പക്ഷേ ക്ലാസ് 12 നിന്നാണ് കൂടുതൽ വന്നത്. കാരണം അത് തന്നെയാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ട്രെൻഡ്, കേരളത്തിലുള്ള ട്രെൻഡ്. +2 കഴിഞ്ഞിട്ട് മെയിൻസ് ഡയറക്റ്റ് പോയി എഴുതുന്നവർക്ക് ക്ലാസ് 12 നിന്ന് കൂടുതൽ വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അഡ്വാൻസിൻ്റെ കേസിൽ അങ്ങനെയല്ല. നമ്മളങ്ങനെ വെറുതെ പോയി എഴുതിയിട്ട് ക്രാക്ക് ചെയ്യുന്ന സംഭവമല്ല. അതിന് ഇരുന്ന് പഠിക്കണം. അപ്പോൾ ഇരുന്ന് പഠിക്കുന്നവർ എന്തായാലും +1 +2 നല്ല വ്യക്തമായിട്ട് പഠിക്കും. സോ അവർക്ക് ഇതുമായിട്ട് തന്നെയാണ്, ഉപകാരമായിട്ട് തന്നെയാണ് +1 എന്ന് കൂടുതൽ 56% നമുക്കാണ്. 56% അഡ്വാൻസിൽ വരുന്നുണ്ട്. +2 ഡേയ്സിൽ 44% മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ വെയിറ്റേജ് നമ്മൾ നോക്കി. ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, എത്ര ഡിഫിക്കൽട്ട് ഉണ്ട്, എത്ര മീഡിയം വേസ്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം നമുക്ക് നോക്കാം. ഫസ്റ്റ് മെയിൻസിനാണെങ്കിൽ 50% ക്വസ്റ്റ്യൻസ് ഈസി കാറ്റഗറിയാണ്. ദാറ്റ്സ് മീൻസ് ലൈക്ക് നമുക്ക് വെറുതെ ഫോർമുല ബേസ്ഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ കുറച്ച് പ്രീവിയസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഫോർമുല ഷീറ്റ് എന്തുകൊണ്ട് റിവൈസ് ചെയ്യണം എന്ന് എല്ലാവരും പറയുന്നതിനുള്ള മെയിൻ റീസൺ ഇതാണ്. ഈ 50% എന്തായാലും നമ്മൾ പിടിച്ചിരിക്കണം. ഇത് നമ്മൾ എക്സാം എഴുതുന്ന എല്ലാവരും ഇത് ക്രാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. 50% ക്വസ്റ്റ്യൻസ് ഉള്ളത്. പിന്നെയുള്ളതാണ് ഈ മോഡറേറ്റ് 30%. ഈ 99% ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ മോഡറേറ്റ് 30% ക്വസ്റ്റ്യൻസ് എന്തായാലും സോൾവ് ചെയ്യണം. ഇത് ഏത് ചാപ്റ്ററിനാണ് ഏതൊക്കെയാണ് പഠിക്കണം എന്ന് ഞാൻ വരുന്ന സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമുക്കതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാം. എത്ര 80% നമുക്ക് ഡൂവബിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള ഈ 20% ആണ് ശരിക്കും റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതും. നമ്മുടെ ടോപ്പ് കേരള, വാങ്ങുന്ന എയർ ഇന്ത്യ, അതൊക്കെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ടീമാണ് ഈ 20% ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുള്ളത്. ഫിസിക്സ് എന്നെ പോലെ നല്ല ഇഷ്ടപ്പെട്ട് ഡെപ്തിൽ പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, മാക്സിമം ട്രൈ ചെയ്യുക. ഫിസിക്സ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പഠിക്കാൻ എളുപ്പത്തിനുപരി ഇത് ഇഷ്ടത്തോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഫിസിക്സ് ചിന്തിച്ച് പഠിക്കുന്നതാണെങ്കിൽ ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഈ മോഡറേറ്റ് ക്വസ്റ്റ്യൻസിലെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അഡ്വാൻസിൽ ഈസി കാറ്റഗറിയിൽ നമുക്ക് വരുന്നത്. അപ്പോൾ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് എന്തായാലും സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെ പിന്നെ കുറച്ച് ടൈം എടുത്തിട്ട് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകാം. നമുക്കും അഡ്വാൻസ് കിട്ടുന്നുള്ളത്, അഡ്വാൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എനിക്ക് പറയാനുള്ളത് ഡിഫിക്കൽട്ടിയും വെയിറ്റേജും നമ്മൾ പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നുള്ള മെയിനാണ്. ഞാൻ ക്ലാസിഫൈ ചെയ്തത് 3 രീതിയിലാണ്. റെഡ് സോൺ ഹൈലി ഇമ്പോർട്ടൻറ്റ്, പിന്നെ യെല്ലോ സോൺ കുറച്ച് മീഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പിന്നെ ഗ്രീൻ സോൺ പക്ഷേ ബ്ലൂ കളറാണ്, അതുകൂടി അതെല്ലാം ഇമ്പോർട്ടൻറ്റ്. ലോ ഫ്രീക്വൻസി ആണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വളരെ വരുന്നത് കുറവാണ്. നിങ്ങൾക്ക് 99% ഫിസിക്സിൽ വേണമെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണേൽ സ്കിപ്പ് ചെയ്യാം. അഡ്വാൻസിൻ്റെ കേസിൽ നിങ്ങൾക്ക് ലോ ഫ്രീക്വൻസി എന്തായാലും സ്കിപ്പ് ചെയ്യാം. അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ റെഡ് സോൺ പ്ലസ് യെല്ലോ സോൺ കൂടിയിട്ട് തന്നെ നമുക്ക് 80% ക്വസ്റ്റ്യൻസും ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതെന്തായാലും സോൾവ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എന്തായാലും റെഡ് സോൺ എന്തായാലും കുത്തിയിരുന്ന് പഠിക്കുക. കാരണം ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണെങ്കിൽ റെഡ് സോണിലെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഫസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റെഡ് സോണിലെ ക്വസ്റ്റ്യൻ എന്തായാലും റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ റെഡ് സോണിലെ ചാപ്റ്റേഴ്സ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയാണ് റെഡ് സോണിലും യെല്ലോ സോണിലും ഗ്രീൻ സോണിലും വരുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് മെയിൻസിൻ്റെ ഫസ്റ്റ് നോക്കാം. മെയിൻസിൻ്റെ റെഡ് സോണായിട്ട് വരുന്ന മോഡേൺ ഫിസിക്സ് എല്ലാവർക്കും അറിയാം. 3 ക്വസ്റ്റ്യൻസ് പെർ ഷിഫ്റ്റ് ആണ് സാധാരണ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് ട്രെൻഡ് മനസ്സിലാവും. 3 ക്വസ്റ്റ്യൻസ് പെർ ഷിഫ്റ്റ് വരുന്നുണ്ട്. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി, തെർമോഡൈനാമിക്സ്, യൂണിറ്റ്സ്, KTG, വെക്ടേഴ്സ്, റേ ഓപ്റ്റിക്സ്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. റേ ഒക്കെ പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് കടുപ്പാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് ഞാൻ ഉൾപ്പെടുന്ന റെഡ് സോൺ ആണ്. അതിൻ്റെ അർത്ഥം അത് എന്തായാലും പഠിക്കണം എന്നുള്ളതാണ്. കാരണം അതിലെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും, അത് ഡൂവബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും അത് പഠിക്കുക. പിന്നെ മീഡിയം സോണിൽ വരുന്നത് കൈനമാറ്റിക്സ്, മൂവിങ് ചാർജസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കപ്പാസിറ്റേഴ്സ്, EM വേവ്സ്, SHM, NLM ഒക്കെയാണ്. NLM എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്.
പിന്നെ ഓപ്ഷണലായിട്ട് വരുന്നത് നമുക്ക് അത്ര പഠിക്കണം എന്ന് ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഇതിലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലുപരി റെഡ് സോണും യെല്ലോ സോണും നോക്കാമെന്നാണ് ഞാൻ പറയുക. അതിൽ വരുന്നത് നമുക്ക് തെർമൽ പ്രോപ്പർട്ടീസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഫ്ലൂയിഡൊക്കെ കുറേ പേര് സ്കിപ്പ് ചെയ്യുന്നതാണ്. അത് ഒന്നും പറയാനില്ല, അത് കുറച്ച് അത്ര ടഫല്ല, പക്ഷെ അത് ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഫ്ലൂയിഡും നല്ല രീതിയിൽ പോവും. ഫ്ലൂയിഡൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ കോളേജിലെത്തിയിട്ടും. പിന്നെ വേവ് ഒപ്റ്റിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, റൊട്ടേഷണൽ മോഷൻ, സെൻറ്റർ ഓഫ് മാസ് ഒക്കെയാണ്. പിന്നെ CO എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അഡ്വാൻസിൻ്റെ കേസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് റെഡ് സോൺ, യെല്ലോ സോൺ, ഫ്രീക്വൻസി കുറവുള്ള ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. അഡ്വാൻസിൽ ഒപ്റ്റിക്സ് ആണ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, റിജിഡ് ബോഡി ഡൈനാമിക്സ്, EMF, കലണ്ടർ ഇലക്ട്രിസിറ്റി, ദെൻ മോഡേൺ ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്. ഇതെന്തായാലും അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്നതിൽ എന്തായാലും ഇത് കുത്തിരിന് പഠിക്കുക. ഇതിലെ ക്വസ്റ്റ്യൻസ് നല്ല റിസോഴ്സസ് എടുത്ത് ഏതൊക്കെ റിസോഴ്സസ് ഞാൻ പറഞ്ഞുതരാം. അതിൽ എന്താ പറയുക, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. റിപ്പീറ്റ് ചെയ്യുന്നതിന് അവർ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അതിലേക്ക് ചെയ്യുക. പിന്നെ മീഡിയറ്റ്, സൗണ്ട് വേവ്, ഇറർ, KTG, ഹീറ്റ് ട്രാൻസ്ഫർ, സെൻറ്റർ ഓഫ് മാസ്, SHM, EMI അതൊക്കെ വരുന്നുണ്ട്. പിന്നെ അഡ്വാൻസിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഈ ഗ്രീൻ സോൺ ആയിട്ട് പറയുന്ന ഈ ലോ ആയിട്ട് വരുന്ന സാധനം ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം അഡ്വാൻസ് ഡേയ്സിൽ എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം, നല്ല ക്വസ്റ്റ്യൻസ് എത്ര മാർക്ക് കിട്ടാൻ പറ്റും അത്രയും മാർക്ക് കിട്ടുന്നുള്ള കാര്യം. സ്ട്രിംഗ് വേവ്, എലാസ്റ്റിസിറ്റി, വിസ്കോസിറ്റി, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻസ്, പ്രൊജക്ടൈൽ, ഫ്രിക്ഷൻ, ഇതൊക്കെയാണ് ഗ്രീൻ സോണിൻ്റെ കേസിൽ വരുന്നത്. ഓപ്ഷണലായിട്ട് വരുന്നത് നിങ്ങൾ ചൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നു സമയം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യാന്നുള്ളതാണ്. കാരണം ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് വിട്ടുവിടാം. അത് ചിലത് ആ ചാപ്റ്റേഴ്സ് ഈസി ക്വസ്റ്റ്യൻസ് തരാം, അത് നമ്മൾ ഭാഗ്യം പോലെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തായാലും എല്ലാം പഠിച്ചു പോകും. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ്റെ സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിസോഴ്സിനെ പറ്റി, ഇനി നമുക്ക് ഏതൊക്കെയാണ് റിസോഴ്സസ്, ഏതൊക്കെ നോക്കി പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. മെയിൻസിനാണെങ്കിലും അഡ്വാൻസിനാണെങ്കിലും. മെയിൻസിൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ഫിസിക്സ് എങ്ങനെ പഠിക്കണം എന്നല്ല, ഫിസിക്സ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ കിട്ടുന്നുള്ളൊരു ഡോപ്പമിൻ റിലീസ് ഉണ്ട്. അത് വളരെ വളരെ നല്ലൊരു കിക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ ബാക്കിയുള്ള സാധനത്തിൽ നിന്ന് കിട്ടുന്ന ഡോപ്പമിനേക്കാൾ ഇത് ഭയങ്കര രസമാണ്. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് എന്തായാലും HSC വർമ്മ റെഫർ ചെയ്യാം. HSC വർമ്മയിൽ നല്ലോണം അതിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻസിൻ്റെ അതിൻ്റെ എക്സ്പ്ലെയിനിങ്ങും ആണെങ്കിലും സൊല്യൂഷൻ ആണെങ്കിലും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും റെഫർ ചെയ്യുക. പിന്നെ പലരും ബുക്ക് മേടിക്കാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ട്. എന്തായാലും അവരെന്തായാലും ഈ ടോപ്പിക് വൈസ് PYQ ബുക്ക്ലെറ്റ്സ് എന്തായാലും മേടിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ രാത്രി ആണെങ്കിൽ നമുക്കിപ്പോൾ ഡെയിലി ടാസ്ക് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുള്ളൂ. ഇത്ര ക്വസ്റ്റ്യൻസ് ഡെയിലി ആണെങ്കിൽ ഇത്ര തീർക്കണം, 100 ക്വസ്റ്റ്യൻ തീർക്കണം, 50 ക്വസ്റ്റ്യൻ തീർക്കണം. അതിലല്ല കാര്യം. എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലുപരി നമുക്ക് ടോപ്പിക് വൈസ് കംപ്ലീറ്റ് ചെയ്യണം. ഡെയിലി നമ്മൾ ഈ ഒരു ടാർഗറ്റ് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ എത്ര ടോപ്പിക്ക് തീർത്തു എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് ഒരു ദിവസം 100 ക്വസ്റ്റ്യന് സെയിം ടോപ്പിക്ക് ചെയ്യുന്നതിലുപരി കുറേ ടോപ്പിക്കിൽ നിന്ന് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെന്തായാലും ഈ ബുക്ക് ആവശ്യമുണ്ട്. ഓൺലൈനിൽ എത്രയോ ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് എന്തായാലും റെഫർ ചെയ്യുക. പിന്നെ NCERT വായിച്ചത് കൊണ്ട് മാത്രം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് ഞാൻ പറയും. കാരണം അത് എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് കിട്ടിയെങ്കിൽ ഭയങ്കര ഇതാണല്ലോ. നമ്മൾ എന്തായാലും NCERT ഡൂബിളായിട്ട് വരുമായിരിക്കും 1-2 ക്വസ്റ്റ്യൻസ് വന്ന്. പക്ഷേ മെയിൻസിൻ്റെ അഡ്വാൻസിൻ്റെ ഒക്കെ കേസിൽ അഡ്വാൻസിലൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കണ ഡയറക്റ്റ് NCERT പ്രോബ്ലംസ്. അപ്പോൾ മെയിൻസിൽ ഉണ്ടാവാം 1-2 ക്വസ്റ്റ്യൻസ്. അതും പ്രതീക്ഷ നമ്മൾ NCERT മാത്രം വായിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. നമ്മളെന്തായാലും HSC ഓർമ്മയാണെങ്കിലും അല്ലെ PYQs ആണെങ്കിലും ട്രെൻഡ് അനുസരിച്ച് ലാസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ബാക്കിലോട്ട് എന്തായാലും ചെയ്തു പോവുക. ഇനി നമുക്ക് അഡ്വാൻസ്ഡ് ഡേയ്സിൽ പറയുകയാണെങ്കിൽ നമുക്കുള്ള മെയിൻ ബുക്സാണ് DC പാണ്ഡെയിലെ സെങ്കേജ്. ഇത് വളരെ വലിയൊരു ബുക്കാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആദ്യമേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇതെന്തായാലും റെഫർ ചെയ്യുക. പിന്നെ ഇത് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സാധനമാണ് ഇറുഡോ. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇറുഡോ സോൾവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇറുഡോയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര രസമാണ്, നല്ല ടഫുമാണ്, കുറേ ചിന്തിച്ച് ചെയ്യാണ്ട്. അതൊക്കെ ഫസ്റ്റിൽ ഇറുഡോയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ നോക്കിയാൽ എന്തായാലും ഫസ്റ്റിൽ ഇരുന്നാൽ എന്തായാലും കിട്ടില്ലെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം വെറുതെ നമുക്ക് നമ്മളുടെ കോൺഫിഡൻസ് കുറക്കേണ്ടത് ഞാൻ പറയാം. ആദ്യം തന്നെ പറഞ്ഞുതരാം, ഇറുഡോയിലെ ക്വസ്റ്റ്യൻസ് അത്ര ലെവൽ കൂടിയതാണ്. പക്ഷേ നല്ല രസമാണ്. അതിൻ്റെ സൊല്യൂഷൻ വെച്ചിട്ടല്ലേ നല്ല വീഡിയോസ് കണ്ടിട്ടോ അല്ലെ പിന്നെ സാറോട് ചോദിച്ചിട്ടോ സാറൊന്ന് റെഫർ ചെയ്തിട്ടോ അങ്ങനെ ആയിട്ടോ അതിൻ്റെ സൊല്യൂഷൻസ് മനസ്സിലാക്കി നല്ലോണം പഠിക്കുക. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇറുഡോയിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ പിന്നെ അഡ്വാൻസ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് തോന്നും. അഡ്വാൻസിലൊക്കെ ക്വസ്റ്റ്യൻസ് അതിൻ്റെയൊക്കെ ഏകദേശം ഒരു കുറച്ച് ലെവൽ കാണുന്നതും ലെവൽ കൂടിയതൊക്കെ ഇറുഡോയിലുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യാൻ നോക്കുക. സമയമുണ്ടെങ്കിൽ ഇറുഡോ കംപ്ലീറ്റ് ചെയ്യുക. എന്തായാലും അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൽ സെങ്കേജ് അല്ലെങ്കിൽ DC പാണ്ഡെയുടെ ബുക്സ് എന്തായാലും റെഫർ ചെയ്യുക. അതെന്തായാലും പഠിക്കണം അഡ്വാൻസിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കുള്ളത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഏത് പഠിക്കണം എന്നും ഏത് ബുക്ക് റെഫർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇനി എങ്ങനെ പഠിക്കണം, ഫിസിക്സ് എങ്ങനെ പഠിക്കണം. ഇപ്പോൾ ഫിസിക്സ് മാത്സ് പോലെയോ അല്ല കെമിസ്ട്രി പോലെയോ അല്ല, ഫിസിക്സ് പഠിക്കേണ്ട വേറെ രീതിക്കാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഉള്ള പോയിന്റാണ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നുള്ളത്. നമുക്ക് ഈ ഫിസിക്സിൽ കുറേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലുപരി നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കുക, ടൈപ്പ് വെറൈറ്റി ആക്കുക, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ അതിലാണ് നമുക്ക് പുതിയ കൺസെപ്റ്റ് പഠിക്കുന്നത്, പുതിയ വേ ഓഫ് ക്വസ്റ്റ്യൻ, വേ ഓഫ് സോൾവിങ്, വേ ഓഫ് തിങ്കിങ്, അതൊക്കെ നമ്മുടെ മാറും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, എത്ര വ്യത്യസ്തപ്പെട്ട
ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻ ചെയ്യുക. വെറുതെ ഒരേ സെയിം ടോപ്പിക്കിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലുപരി ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നുള്ളതാണ് നമ്മളിപ്പോൾ 2027 പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറച്ച് സമയമുണ്ട്. മെയിൻസിനാണെങ്കിൽ കുറച്ച് സമയമുണ്ട് എന്ന് പറയാം. കാരണം അഡ്വാൻസിൻ്റെ കേസിലാണെങ്കിൽ പ്രിപ്പറേഷൻ ഇപ്പോഴെന്നല്ല പണ്ട് മുതലേ തുടങ്ങുന്ന ടീമാണ് നമ്മളിവിടെ നോർത്തിൽ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഫിസിക്സ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഈസി ചാപ്റ്റർ വെച്ച് തുടങ്ങുക. ഈസി ചാപ്റ്റർ വെച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു ഡോപ്പമിൻ റിലീസ് കിട്ടും. ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് അതിലുമായിട്ട് ഒരു ഫ്ലോ കിട്ടും. ഒരു ഫ്ലോ വന്നാൽ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ടഫ് വന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ ടഫ് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്നതിലുപരി ഈസി ക്വസ്റ്റ്യൻസ് എടുത്ത് ഈസി ചാപ്റ്റേഴ്സ് എടുത്ത് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഈ സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഒരു ഹാബിറ്റായിട്ട് എടുക്കുക. അതൊരു ഹാബിറ്റായിട്ട് വന്നാൽ വളരെ നല്ല ഉപകാരപ്പെടും മെയിൻസിൻ്റെ കേസിലാണെങ്കിലും അഡ്വാൻസിൻ്റെ കേസിലാണെങ്കിലും. പിന്നെ ഇതിനാണ് എനിക്ക് പറയാനുള്ളത്, റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കുക. മാക്സിമം 100 50 200 ചെയ്തെന്ന് വിചാരിച്ചാൽ വലിയൊരു കോൺഫിഡൻസോടെ നിൽക്കരുത്. കാരണം ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്പീഡ് കൂടിക്കും. പക്ഷേ സ്പീഡ് കൂടുന്നതിലുപരി നമ്മുടെ വേ ഓഫ് തിങ്കിങ് അവിടെ കുറയും. നമുക്ക് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ പിന്നെ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ പുതിയൊരു ക്വസ്റ്റ്യൻ വന്ന അഡ്വാൻസിലൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും പുതിയതായിരിക്കും. മെയിൻസിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ടഫായി വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള കഴിവിട്ടാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. നമ്മളതിന് ആദ്യം ഒന്ന് എഫേർട്ട് ഇടണം. സൊല്യൂഷൻ നോക്കുന്നതിന് മുമ്പിട്ട് നമ്മളൊന്ന് ചെയ്യുക, നമ്മളൊന്ന് തിങ്ക് ചെയ്യുക, അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കുക. പിന്നെ റിവിഷൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. റിവിഷൻ എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളത്. റിവിഷൻ ഫസ്റ്റ് തന്നെ പറയുള്ളത് ടെസ്റ്റ് എടുക്കുക. മോക്ക് ടെസ്റ്റ് എന്ന് പറയും. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ JEE മെയിൻസ് ആണെങ്കിൽ അഡ്വാൻസ് ആണെങ്കിൽ സെയിം ടൈപ്പ് അതേപോലെ തന്നെ അതന്നെ എക്സാം. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്നോ അല്ല പിന്നെ എവിടെയാണ് എൻട്രൻസ് കോച്ചിങ് അവിടുന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. അണ്ടർ ആരുടെയും കീഴിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ നമ്മളോട് തന്നെ സത്യം പുലർത്തിയിട്ട് ഈ എക്സാം എഴുതുക. കറക്റ്റ് ടൈം വെക്കുക. ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അഡ്വാൻസിലൊക്കെ കേസിൽ സെലക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യലാണ് മെയിൻ. മെയിൻസിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡൂവബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ മോഡറേറ്റ് ഹാർഡ് അങ്ങനെയാണ് സാധാരണ സോൾവ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മെത്തേഡ്. എന്നാലും നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ളതാണ് ഡൈവേഴ്സ് ക്വസ്റ്റ്യൻ ബാങ്ക്. അതായത് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് എടുക്കുക. വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് കുറേ PYQs ഉണ്ട്. അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ടിപ്പിക്കൽ മാറ്റി വെച്ചിട്ട്, ടിപ്പിക്കൽ മീൻസ് ഒരു ടൈപ്പ് എടുത്താൽ ആ ടൈപ്പിനെ പിന്നെ റിപ്പീറ്റ് വരുന്നതിന് മുമ്പിൽ വ്യത്യസ്തമായി എടുക്കുക. പിന്നെയുള്ളതാണ് ഫോർമുല ഷീറ്റ് എന്തായാലും ആവശ്യമുള്ളതാണ്. കാരണം മെയിൻസിൻ്റെ കേസിൽ മാത്സ് പോലെയല്ല, ഫിസിക്സിൽ നമുക്ക് ഫോർമുലാസ് ബേസ്ഡ് കുറേ ക്വസ്റ്റ്യൻസ് ഇടും. ഞാൻ നേരത്തെ പറഞ്ഞ 50% ഈസി ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പോൾ എന്തായാലും ഫോർമുലാസ് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി റിവൈസ് ചെയ്തില്ലെങ്കിൽ വീക്ക്ലി എങ്കിലും എന്തായാലും റിവൈസ് ചെയ്യുക. മന്ത്ലി എന്തായാലും റിവൈസ് ചെയ്യുക. ഫുൾ ഇതായിട്ട് വീക്ക്ലി ടോപ്പിക് വൈസ് റിവൈസോ അങ്ങനെ ആയിട്ടോ എന്തായാലും ഫോർമുലാസ് ഉണ്ടാക്കുക. ഫോർമുലാസ് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുക. സ്വന്തമായിട്ട് ഉണ്ടാക്കിയെങ്കിൽ ബെറ്റർ. ചിലർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം ആവശ്യം ഉണ്ടാവില്ലേക്കും. വേറെ ആരെങ്കിലും ഉണ്ടാക്കിയ PDF അങ്ങനത്തെ എന്തെങ്കിലും കോപ്പി എടുത്താലും മതിയായിരിക്കും. അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർക്ക് പഠിക്കുന്ന രീതി ഓരോന്നാണല്ലോ. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും പഠിക്കാം. അങ്ങനെ സമയം ലാഭിക്കാം. പിന്നെയുള്ളതാണ് അഡ്വാൻസിലുള്ള ഗോൾഡൻ റൂള്. നമുക്ക് 50% റൂൾ എന്ന് പറയും. അഡ്വാൻസിൻ്റെ കേസിൽ നമ്മൾ 50% ക്വസ്റ്റ്യൻസ് ചെയ്താൽ അത് മോർ ദാൻ ഇനഫ് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്ക് അഡ്വാൻസിന് ഫുൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്നുള്ളതല്ല. അതിപ്പോൾ 360 365 ആ റേഞ്ചിലാണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ കൊല്ലം ഓരോ രീതിക്കാണ് ഈ ഒരു മാർക്കിലാണ് സാധാരണ വരാറ്. അപ്പോൾ അതിൻ്റെ 360 അടിക്കുക എന്നുള്ളതല്ല നമ്മളെ ലക്ഷ്യം. 150 to 200 റേഞ്ച് പിടിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു IITയിൽ നല്ലൊരു ബ്രാഞ്ച് കിട്ടുന്നതായിരിക്കും. നല്ല ലൈഫാണ് IIT ഒക്കെ കിട്ടിയാൽ. അപ്പോൾ എന്തായാലും നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് എടുക്കുമല്ലോ. മോക്ക് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാൻ പഠിക്കുക. ഡിഫിക്കൽട്ട് ഏതാണെന്ന്. അഡ്വാൻസിൻ്റെ ഒക്കെ കേസിൽ ഫിസിക്സിൽ നല്ല ക്വസ്റ്റ്യൻസ് വരും, നല്ല റിയൽ ലൈഫ് പ്രോബ്ലംസ് വരും. അപ്പോൾ നല്ലതായിട്ട് ചിന്തിച്ച് പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ ഇതുവരെ കാണാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ലാസ്റ്റിലേക്ക് വെക്കുക. നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അതെന്തായാലും സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും ഫസ്റ്റിൽ എടുത്തിട്ട് അതിന് കുറച്ച് സമയം കൂടുതൽ കൊടുത്തിട്ട് അതെന്തായാലും സോൾവ് ചെയ്യുക. അപ്പോൾ കുറച്ച് മാർക്ക് മേടിച്ചാൽ മതി. അഡ്വാൻസിൻ്റെ കേസിൽ കുറച്ച് മാർക്ക് മേടിച്ചാൽ തന്നെ നല്ലൊരു റാങ്കിലേക്ക് നിങ്ങളെത്തും. അതൊക്കെയാണ് എനിക്ക് ഫിസിക്സിനെ പറ്റി പറയാനുള്ളത്. കാരണം ഫിസിക്സ് സാധാരണ എന്തായാലും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. കാരണം JEE ആസ്പിറൻസ് പൊതുവേ ഫിസിക്സിൽ നല്ല സ്കോർ ഉണ്ടാക്കും. മാത്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും മാത്സിനേക്കാളും പിന്നെ കെമിസ്ട്രിയേക്കാളും കൂടുതൽ ഫിസിക്സിൽ സ്കോർ ചെയ്യുന്ന ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഫിസിക്സ് എന്തായാലും നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫിസിക്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സ് ഈസിയാണ്. അങ്ങനെ ഈ രീതിക്ക് പഠിച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ രീതിക്ക് പഠിച്ചാൽ ഫിസിക്സ് വളരെ ഈസിയാണ്. ചിന്തിച്ച് സോൾവ് ചെയ്യാനും ഒപ്പം കിട്ടുന്ന ഡോപ്പമിൻ റിലീസ് ആണെങ്കിലും അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ എൻജോയ് ചെയ്ത് പഠിക്കുക. അത്രയാണ് പറയുള്ളൂ. അപ്പോൾ പിന്നെ ഒരിക്കലും മടുപ്പ് തോന്നില്ല. അപ്പോൾ എന്തായാലും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടും കാണുന്നവരെ ബൈ ഗൈസ്.